പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിഭൂതി ബുധനാഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ക്രിസ്തു ഏറ്റെടുത്ത 40 ദിവസത്തിൻ്റെ ഉപവാസ ദിനങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നെറ്റിയിൽ ചാരം പൂശി നമ്മളും ഈ സുഹൃത ദിനങ്ങളിലേക്ക് പ്രവേശിക്കുന്ന ആദ്യത്തെ നാൾ, ദുഃഖവെള്ളിയാഴ്ചയോട് ചേർത്ത് വെച്ച് കത്തോലിക്ക സഭ ഉപവാസ ദിനമായിട്ട് ആചരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിശുദ്ധ ദിനം. ഇന്നത്തെ ദിനത്തിൻ്റെ ഓർമ്മപ്പെടുത്തൽ തിരിച്ചുവരവാണ്, മടങ്ങി വരാനായിട്ടുള്ള സ്വർഗത്തിൻ്റെ വിളിയാണ്. സഭാപ്രസംഗകൻ്റെ പുസ്തകം 12-ാം അധ്യായം 7-ാമത്തെ തിരുവചനത്തിലെ ഇന്നത്തെ ഈ ഒരു ദിനത്തിൻ്റെ എല്ലാ സത്തയും അടങ്ങിയിട്ടുണ്ട്. ധൂളി അതിൻ്റെ ഉറവിടമായ മണ്ണിലേക്ക് മടങ്ങും, ആത്മാവ് തൻ്റെ ദാതാവായ ദൈവത്തിങ്കിലേക്കും. ധൂളി അതിൻ്റെ ഉറവിടമായ മണ്ണിലേക്ക് മടങ്ങിപ്പോകുന്നത് പോലെ ആത്മാവ് അതിൻ്റെ ദാതാവായ ദൈവത്തിങ്കിലേക്ക് മടങ്ങുന്ന കണക്ക് ഒരു മനുഷ്യൻ സ്വർഗത്തിൻ്റെ സുഹൃതങ്ങളിലേക്ക് മടങ്ങിപ്പോകേണ്ട ദിവസം തിരിച്ചു വരാനായിട്ടുള്ള വിളിയാണ്. ശരിക്കും നമ്മുടെ ജീവിതത്തിന് നഷ്ടപ്പെട്ടു പോയ നന്മകളിലേക്കും സുഹൃതങ്ങളിലേക്കും തിരിച്ചു വരണതിനേക്കാൾ കൂടുതലായി അത് എനിക്ക് നിന്നെ മിസ് ചെയ്യുന്നു എന്ന് പറയുന്ന കർത്താവിൻ്റെ സ്നേഹത്തിലേക്ക് മടങ്ങി ചെല്ലാനായിട്ടുള്ള ഓർമ്മപ്പെടുത്തലാണ്. നമ്മൾ ധൂർത്തപുത്രൻ്റെ ഉപമ കാണുന്നുണ്ട്. അതിനകത്ത് ധൂർത്തപുത്രൻ പറയണത്, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ എത്രയോ ദാസന്മാർ സുഭിക്ഷമായി ഭക്ഷണം കഴിക്കുന്നു, അതുകൊണ്ട് ഞാൻ മടങ്ങിപ്പോവും. അതല്ല, ജീവിതത്തിൻ്റെ നന്മകളിലേക്കും സുഹൃതങ്ങളിലേക്കും മടങ്ങിപ്പോകൽ മാത്രമല്ല ഇത്. നേരെ മറിച്ച് എന്നെ കാത്തിരിക്കുന്ന, എന്നെ വല്ലാതെ മിസ് ചെയ്യുന്ന, എന്നെ കൂടാതെ ജീവിക്കാൻ പറ്റാത്ത വലിയ സ്നേഹത്തോടു കൂടെ കാത്തിരിക്കുന്ന പിതാവിൻ്റെ സ്നേഹത്തിലേക്ക് മടങ്ങിപ്പോകാന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. ചില മടങ്ങിവരവുകൾക്കൊക്കെ എന്തൊരു ഭംഗിയാണെന്നിങ്ങനെ ആലോചിക്കായിരുന്നു. ഒരു പരസ്യത്തിൻ്റെ ഒരു ഹോർഡിങ്ങിൽ കണ്ട പരസ്യത്തിൻ്റെ തലക്കെട്ടാണത്. ചില മടങ്ങിവരവുകൾക്ക് ഭംഗി കൂടുതലാണ്. ഓർമ്മ വന്നത് ഒരു ചേട്ടനെ കുറിച്ചിട്ടാണ്. അയാള് ഒരു കാലത്ത് നമ്മൾ ആരാധനയോടുകൂടെ മാത്രം നോക്കി നിന്നൊരു മനുഷ്യൻ പതുക്കെ പതുക്കെ ജീവിതത്തിൽ പിടിച്ചാൽ കിട്ടാത്ത ഇടർച്ചകളിലേക്ക് വഴുതിപ്പോകുന്ന വാർത്തകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഈ മനുഷ്യൻ്റെ തിരിച്ചുവരവ് അത്ഭുതപ്പെടുത്തുന്നതാണ്. ഇങ്ങനെയും മാറ്റങ്ങൾ ഉണ്ടാവുമോ ജീവിതത്തിൽ എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ നമ്മളൊരു ദിവസം കണ്ടുമുട്ടിയപ്പോൾ ചോദിച്ചു, എങ്ങനെയാണ് ഇങ്ങനെ മാറാൻ പറ്റിയത്? അന്ന് അയാൾ മനസ്സ് തുറക്കുന്നുണ്ട്. വീട്ടിലൊരു ദിവസം കയറി ചെല്ലപ്പോൾ അപ്പനൊന്ന് ചേർത്ത് പിടിച്ചതിനെ കുറിച്ച്, അവിടെ ഇരുന്ന് മനസ്സ് തുറന്നപ്പൻ സംസാരിച്ചതിനെ കുറിച്ച്, ആ സംസാരത്തിലെ അയാളുടെ സ്നേഹത്തെക്കുറിച്ച്, കരുതലിനെ കുറിച്ച്, അപ്പൻ്റെ വാക്കുകളിലെ പ്രതീക്ഷയെക്കുറിച്ച്, ഐ റിയലി മിസ് യു, എനിക്ക് നിന്നെ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്. ആ ഒരൊറ്റ വാക്കിൽ, ഞങ്ങൾക്ക് നിന്നെ ആവശ്യമുണ്ടെന്നുള്ള ഒരൊറ്റ വാക്കിൽ തീരുമാനിച്ചുറപ്പിച്ചതാണ് ഇനി തെറ്റുകളിലേക്ക് പോകില്ല, ഇനി വീടിൻ്റെ നന്മകളിലേക്ക്, മാതാപിതാക്കളുടെ സന്തോഷങ്ങളിലേക്ക് തിരികെ ചെല്ലുമെന്ന് ഉറപ്പിച്ചതാണ് അയാൾ. ഈ ഒരു മടങ്ങിവരവാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അതല്ലാതെ നമ്മൾ ഡയറ്റിംഗ് എടുത്ത് ശരീരം നന്നാക്കുന്നത് പോലെയല്ല. എനിക്ക് നഷ്ടപ്പെട്ടു പോയ ഏതോ ഒരു സുഹൃതം മാത്രം തിരിച്ചു പിടിക്കുന്നതിനെയല്ല ഐ മിസ് യു എന്ന് എൻ്റെ മക്കൾ എന്നെ നോക്കി പറയുന്നുണ്ടെങ്കിൽ, പപ്പ എനിക്ക് പണ്ടത്തെ പപ്പയെ മിസ് ചെയ്യുന്നുണ്ട്, അമ്മ എനിക്ക് നേരത്തെ ഉണ്ടായിരുന്ന അമ്മയെ മിസ് ചെയ്യുന്നുണ്ട്, മക്കളെ ഞങ്ങൾക്ക് നിങ്ങളുടെ സ്നേഹം നിറഞ്ഞ നന്മയുള്ള നല്ല മക്കളെ ഞങ്ങൾക്ക് മിസ് ചെയ്യുന്നുണ്ട്, നല്ലൊരു കൂട്ടുകാരനെ നോക്കിയിട്ട് എനിക്ക് പണ്ടത്തെ ആ ഒരു കൂട്ടുകാരനെ മിസ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ ഒരു വിദ്യാർത്ഥിയെ നോക്കിയിട്ട് ടീച്ചർമാർ എപ്പോഴും പറയുന്നതാണ്. പണ്ടത്തെ പോലെ ഒന്നും അല്ലല്ലോ, ഞങ്ങൾക്ക് ആ ഒരു പഴയ ആളെ മിസ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെയൊരു ശരിക്കും മിസ് ചെയ്യുന്ന മനുഷ്യരിലേക്ക് നമ്മുടെ ആ പഴയ നന്മകളുമായിട്ട് സുഹൃതം നിറഞ്ഞൊരു ജീവിതവുമായിട്ട് തിരികെ മടങ്ങാനായിട്ടുള്ളൊരു കാലമാണ് ഈ വിഭൂതി ബുധനാഴ്ച. വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന കാര്യം അത് കൃത്യമാണ്, തിരികെ ചെല്ലാനായിട്ടുള്ള ഓർമ്മപ്പെടുത്തലാണ്. ഇന്നത്തെ 1-ാമത്തെ വായനയിൽ നമ്മളിത് വായിക്കുന്നുണ്ട്. ഇപ്പോഴെങ്കിലും ഉപവാസത്തോടും വിലാപത്തോടും നെടുവീർപ്പോടും കൂടെ നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ എൻ്റെ അടുക്കിലേക്ക് തിരിച്ചു വരുവിൻ. ഈ കർത്താവിങ്കിലേക്കുള്ള തിരിച്ചു ചെല്ലലാണ് പ്രധാനപ്പെട്ട കാര്യം. ഐ മിസ് യു എന്ന് പറയുന്ന ഓരോരുത്തരിലേക്കും കം ബാക്ക് എന്ന് പറഞ്ഞ് നിലവിളിയോടുകൂടെ ആഗ്രഹത്തോടുകൂടെ കാത്തിരിക്കുന്ന ഈ ഒരു ദൈവത്തിൻ്റെ പക്കലേക്ക് മനുഷ്യാത്മാവ് മടങ്ങിച്ചെല്ലുന്നതിൻ്റെ തുടക്കം കുറിക്കുന്ന ദിവസം. വിശുദ്ധമായ നോൻപനുഭവങ്ങൾ എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് സ്നേഹത്തോടു കൂടെ പ്രാർത്ഥിക്കുകയാണ്. ചെയ്യുന്നതെല്ലാം ഫോക്കസ്ഡ് ആയിരിക്കുന്നത് എൻ്റെ മടങ്ങിപ്പോക്കിലേക്ക്.
എന്നെ കാത്തിരിക്കുന്ന ദൈവത്തിൻ്റെ, എനിക്ക് വേണ്ടി വാതിലടക്കാതെ നോക്കിയിരിക്കുന്ന ഒരു പിതാവിൻ്റെ സ്നേഹത്തിലേക്ക് ഞാൻ തിരികെ ചെല്ലുന്ന അതിൻ്റെ തുടക്ക ദിവസങ്ങൾ. 40 50 എന്നൊക്കെ പറഞ്ഞ് എണ്ണക്കണക്കിൽ വ്യത്യാസമൊക്കെ ഉണ്ട്. പറഞ്ഞതുപോലെ ക്രിസ്തു എടുത്ത 40 ദിവസത്തിൻ്റെ ഓർമ്മയിൽ നമ്മൾ നോൻപാചരിക്കുമ്പോൾ അത് 40 80 എന്നുള്ള കണക്കുകൂട്ടലുകൾക്കും തർക്കങ്ങൾക്കും പകരം ഈ ദിവസങ്ങൾ കൊണ്ട് എനിക്ക് എൻ്റെ ദൈവത്തിങ്കിലേക്ക് തിരികെ എത്താൻ പറ്റിയോ ഇല്ലയോ എന്നുള്ളതാണ് ചോദ്യം. ഇത്രയും നാൾ ലോകത്തിൻ്റെതായിട്ട് നടന്ന മനുഷ്യൻ, ഇത്രയും നാൾ എൻ്റെതായിട്ടുള്ള സന്തോഷങ്ങളിൽ അഭിരമിച്ച് നടന്നിരുന്ന ഒരാൾ ഇനി ദൈവത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിച്ചു തുടങ്ങുന്നു, ദൈവത്തിൻ്റെ സ്വന്തമായി മാറുന്നു, സ്വർഗത്തിൻ്റെ സുഹൃതങ്ങളിലേക്കും സന്തോഷങ്ങളിലേക്കും ഒരാളുടെ ജീവിതം ഇങ്ങനെ ചെന്നു ചേരുന്നു. കർത്താവെ, അതിന് ഞങ്ങളെ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ പാപങ്ങളെല്ലാം മാഞ്ഞു പോകേണ്ടതിന് നിങ്ങൾ ദൈവത്തിങ്കിലേക്ക് തിരികെ ചെല്ലുവിനെന്ന് വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നടപടി പുസ്തകത്തിലാണ് 3-ാം അധ്യായം 19-ാമത്തെ തിരുവചനം. നിങ്ങളുടെ പാപങ്ങളെല്ലാം മാഞ്ഞു പോകേണ്ടതിന് നിങ്ങൾ ദൈവത്തിങ്കിലേക്ക് പശ്ചാത്തപിച്ച് ദൈവത്തിങ്കിലേക്ക് തിരിച്ചു ചെല്ലുവിൻ. ദുഷ്ടൻ മരിക്കുന്നതിലല്ല, അവൻ മനസ്സ് തിരിഞ്ഞ് തിരിച്ചു വരുന്നതിനാണല്ലോ ഞാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ള കരുണയോടുകൂടെ കാത്തിരിക്കുന്ന കർത്താവിങ്കിലേക്ക് അവൻ്റെ സ്നേഹം തിരിച്ചറിഞ്ഞ് തിരികെ ചെല്ലാനായിട്ടുള്ളൊരു കാലമായിട്ട് ഇതിനെ മനസ്സിലാക്കണം. അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളായിരിക്കണം നോൻപ് കാലത്തെ ഓരോ ഭക്ഷണം ഉപേക്ഷിക്കുന്നതായാലും ദാനധർമ്മം ചെയ്യുന്നതായാലും ഇങ്ങനെ ഉപവിപ്രവർത്തനങ്ങൾ ചെയ്യുന്നതായാലും ഒക്കെ എൻ്റെ കർത്താവിങ്കിലേക്ക് തിരികെ എത്താനായിട്ടുള്ളൊരു പരിശ്രമത്തിന് വേണ്ടിയിട്ടായിരിക്കണം. ഫോക്കസ് അവിടെ അല്ലെങ്കിൽ പറഞ്ഞില്ലേ, ഈ ഉപവാസം ഭക്ഷണം ഉപേക്ഷിക്കൽ വെറുതെ ഡയറ്റിംഗ് ആയി പോകും. ഈ ദാനധർമ്മം ചെയ്യുന്നത് മറ്റുള്ളവരെ കാണിക്കുന്നതിന് വേണ്ടി, ഇത്തിരി പേര് കിട്ടുന്നതിന് വേണ്ടിയായി പോകും. അതൊന്നുമല്ല ഉദ്ദേശിക്കണേ. എൻ്റെ കർത്താവിങ്കിലേക്ക് എന്നെ എത്തിക്കാനായിട്ടുള്ള വഴികളാണ്. തമ്പുരാനെ, അങ്ങിലെത്തിച്ചേരുന്നത് വരെ എൻ്റെ ആത്മാവ് എത്ര അസ്വസ്ഥമാണ്. അസ്വസ്ഥമായ ഈ മനസ്സുകൾ അങ്ങിലിങ്ങനെ സ്വസ്ഥതയോടുകൂടെ വിലയം പ്രാപിക്കുന്നതിനായിട്ടുള്ള ഞങ്ങളുടെ പരിശ്രമങ്ങളെ, പ്രത്യേകിച്ച് ഒരു 40 ദിനങ്ങളിലെ ഞങ്ങളുടെ തീക്ഷ്ണമായിട്ടുള്ള പ്രവർത്തനങ്ങളെ ആശീർവദിക്കണമേ എന്ന വലിയ പ്രാർത്ഥനയോടുകൂടെ കർത്താവിൻ്റെ തിരുമുൻപിൽ നമുക്ക് മുട്ടിന്മേലായിരിക്കാം. പരിശുദ്ധ സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും. എനിക്കെന്റെ പഴയ മകനെ തിരിച്ചു വേണമെന്ന് പറയുന്നവരാണ്. പണ്ടത്തെ അപ്പനെയായിരുന്നു എനിക്കിഷ്ടമെന്ന് സങ്കടത്തോടുകൂടെ ഓർത്തെടുക്കുന്ന ഒരു കുഞ്ഞ്. എന്തൊരു ഭംഗിയായിട്ട് പഠിക്കുകയും എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധിക്കുകയും ചെയ്തവനായിരുന്നു നീ എന്നുള്ള ടീച്ചറിൻ്റെ ഓർമ്മപ്പെടുത്തലൊക്കെ നമ്മളോട് പറയുന്ന ഒറ്റ കാര്യമുള്ളൂ, ഐ മിസ് യു. ശരിക്കും നിങ്ങൾക്കത് തോന്നുന്നുണ്ടെങ്കിൽ, നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, ഇത് ആദ്യത്തെ ചുവടുവയ്പ്പാണ്. ആ പഴയ എല്ലാവരും ഇഷ്ടപ്പെട്ടിരുന്ന, സ്വർഗം പ്രസാദിച്ചിരുന്ന, നീ എൻ്റെ പ്രിയപുത്രനാണെന്ന് നമ്മെ നോക്കി കർത്താവ് വിളിച്ചു പറഞ്ഞിരുന്ന ആ ഒരു മകനായി, ആ ഒരു മകളായി തിരിച്ചെത്താനായിട്ടുള്ള ഒരു കാലത്തിൻ്റെ ആദ്യത്തെ ചുവടുവയ്പ്പ്. മിസ്സാക്കരുത് ഈ ഒരു വലിയ സാധ്യത. എല്ലാവർക്കും നല്ല നോൻപ് ദിനങ്ങൾ ആശംസിക്കുന്നു. വിഭൂതി തിരുനാളിൻ്റെ എല്ലാ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യ